നല്ല ഫ്ലോപ്പ് ആയിട്ടുണ്ടല്ലോ. അപ്പൊ ഇന്ന് രാവിലെ പട്ടിണി ആയിരിക്കും അല്ലേ? മിക്കവാറും. എനിക്ക് വിശക്കുന്നു. നമുക്ക് ഫുഡ് ഓർഡർ ചെയ്ത് കഴിച്ചാലോ? അപ്പൊ അതൊന്നും അമ്മ പറഞ്ഞില്ലേ? അമ്മ പറഞ്ഞു, അതല്ല വിശക്കുന്നില്ല, എല്ലാവർക്കും എന്തെങ്കിലും കഴിക്കണ്ടേ? അറിയാണ്ട് ചെയ്താ പോരെ? അമ്മ അറിയാണ്ട് ചെയ്യാനൊന്നും പറ്റുന്നില്ല. ഇവിടെ ഒരു ഇല അനങ്ങിയാൽ പോലും അമ്മ അറിയും. അമ്മയ്ക്ക് ഇതിന്റെ പ്രത്യേകിച്ച് CCTVയുടെ ആവശ്യമൊന്നുമില്ല. എന്തായാലും എല്ലാവർക്കും കൂടെ പട്ടിണി കിടക്കാം, അതായിരിക്കും നല്ലത്. ശരി. നിഖിലേ, വന്നേ. എന്തിനാ? വാ പറയാം. ഇവിടെ വന്നേ നീ. അല്ല, എന്താ നിന്റെ അമ്മയുടെ ഉദ്ദേശം? എന്തുദ്ദേശം? അമ്മയുടെ ഉദ്ദേശം എന്താ എനിക്ക് എങ്ങനെ അറിയുന്നേ? ഇവിടുത്തെ ചിട്ടയും രീതിയൊക്കെ പഠിപ്പിച്ചിട്ട് എന്നെ മറ്റേ ഉത്തമ മരുമോളാക്കാൻ ഉദ്ദേശം ഉണ്ടെങ്കിലേ എന്റെ അമ്മയുടെ നിങ്ങൾ മറന്നേക്കാൻ പറഞ്ഞേക്ക്. നീ ഒരുമാതിരി വാശി കാണിക്കരുത് കേട്ടോ. അപ്പൊ ഞാൻ വാശി കാണിക്കുന്നത് പിന്നെ ഞാൻ എന്ത് ചെയ്യണം? നിന്റെ അമ്മ പറയണൊക്കെ മിണ്ടാതെ കേട്ട് നിൽക്കണോ? നിനക്ക് പ്രശ്നമില്ലാത്ത കാര്യങ്ങളാ നീ അത് കേൾക്കണം. അപ്പൊ നീ നിന്റെ അമ്മയുടെ സൈഡായല്ലേ? ഞാൻ ആരുടെ സൈഡൊന്നും അല്ല. സമാധാനപരമായിട്ട് കാര്യങ്ങൾ തീരണം, അത്രേ ഉള്ളൂ. എടാ, നിന്റെ അമ്മ ഇത് ഏത് കാലത്ത് ജീവിക്കണേ? മറ്റോടത്തെ റൂൾസും ചിട്ടകളും. എന്റെ പൊന്നും മോളെ, ഞാൻ ഇതൊക്കെ ബാംഗ്ലൂരിൽ നിന്ന് പറഞ്ഞിട്ടില്ല ഇങ്ങോട്ട് കൊണ്ടുവന്നേ. എടി, അമ്മ കുറച്ച് പഴഞ്ചനാ, അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. എടാ, നിന്റെ അമ്മയുടെ പ്രായത്തിലുള്ള സ്ത്രീകളൊന്നും ഈ രീതിക്കായിരിക്കും ഇപ്പൊ ചിന്തിക്കണ്ടാവുക. തൽക്കാലം നമുക്ക് അമ്മയുടെ ചിന്തകളൊന്നും ഇപ്പൊ മാറ്റാൻ പറ്റത്തില്ല. സഹിക്കുക, അത്രേ ഉള്ളൂ. രാവിലെ തന്നെ ഉറക്കം കളഞ്ഞ് എനിക്ക് വിശക്കും. എനിക്കുണ്ട് വിശപ്പ്, എനിക്കും വിശക്കുന്നുണ്ട് നല്ലപോലെ. അതെ, ഞാൻ ഫുഡ് ഓർഡർ ചെയ്യാൻ പോവാം. നീ ആവശ്യമില്ലാത്ത പരിപാടിയൊന്നും കാണിക്കില്ല കേട്ടോ ഇവിടെ. എടാ, നീ എന്തിനാ പേടിക്കണ? അമ്മയല്ലേ, കൊന്നുകളയൊന്നുമില്ലല്ലോ. തന്നെയാ വേണ്ട, അത് പ്രശ്നമാവും. അതെ, അമ്മ അറിയാണ്ട് ഓർഡർ ചെയ്ത പ്രശ്നമൊന്നുമില്ലല്ലോ. എടി, ഇവിടെ ഒരു സാധനം വന്നാൽ അമ്മ അറിഞ്ഞിരിക്കും, അങ്ങനെയാണത്. അമ്മ അറിയാണ്ട് ഓർഡർ ചെയ്യാനുള്ള വഴിയൊക്കെ എനിക്കറിയാം. നിനക്ക് എന്താ വേണ്ട? പൊറോട്ട ബീഫും പറയട്ടെ? വേണ്ട. നല്ല ചൂട് പൊറോട്ടി, നല്ല എരിച്ചുള്ള ബീഫ് റോസ്റ്റ് വേണ്ട? ഞാൻ ഓർഡർ ചെയ്യുമ്പോ എന്ത് ഓർഡർ ചെയ്ത്? പൊറോട്ട ബീഫ്. എനിക്ക് ഓർഡർ ചെയ്തു. ബീഫല്ലേ? 3 പൊറോട്ട ഓർഡർ ചെയ്തു. എനിക്ക് മാത്രം വന്നേ 3 എണ്ണം. അതിന്ന് പിടിച്ചു പറിക്കാൻ വരല്ലേ? എന്തായാലും ഒരു ജ്യൂസും കൂടെ പറഞ്ഞു. അമ്മന്ന് വരില്ലല്ലോ അല്ലേ? എവിടാന്ന് അറിയത്തില്ല. അത് കാണും. ഒത്തിരി നേരം ആയല്ലോ, വരുന്നില്ലേ അവര്? നോക്കി എത്താറായി. ഹലോ. ചേട്ടാ, ഫുഡ് പുറത്ത് വെച്ചാ മതി. താങ്ക് യു. അവനോട് പോവാൻ പറഞ്ഞു. പോയി. അമ്മ എവിടെ അവളെ വിളിച്ചു ചോദിക്കട്ടെ. വിളിച്ചു നോക്കി. എടി, അമ്മ എവിടെ? മുറിയിലുണ്ടോ? ഉറങ്ങണോ? ശരി, അമ്മ ഉറങ്ങോ? പോയിട്ട് എടുത്തിട്ടോ. ഞാൻ എടുത്തിട്ട് വരാം പോട്ടോ. അതെ, സൂക്ഷിച്ചു പോണം, അമ്മ ഉണർത്തരുത്. എന്നാലേ നീ പോയി മേടിച്ചിട്ടോ. നീ പോട്ടോ. ഒളിഞ്ഞെന്നവരും കേൾക്കുന്നവരും കൂടെ കേൾക്കാൻ പറയാണ്. ഇന്ന് ഈ വീട്ടിൽ ആരും ഭക്ഷണം കഴിക്കൂല. നീയൊക്കെ ഒരു ദിവസം പട്ടിണി കിടക്ക്, ചത്തു പോകും നോക്കട്ടെ. അല്ല പിന്നെ ഇനി വീട്ടിലൊരു നിമിഷം എനിക്ക് നിൽക്കാൻ പറ്റില്ല. ഇവിടെ ഇത്തിരി പാടുകൂടുന്ന എനിക്ക് അറിയാമായിരുന്നു, പക്ഷെ ഇത് ഇച്ചിരി അധികമായി പോയി. പിന്നെ നീ എങ്ങോട്ട് പോകാൻ പോകും? ഞാൻ ബാംഗ്ലൂർ തിരിച്ചു പോവാ. ബാംഗ്ലൂർ നീ എവിടെ താമസിക്കുമെന്ന് പറയുന്നേ? പെരുവഴി കിടന്നാലും കുഴപ്പമില്ല, പട്ടിണി എടുക്കേണ്ടി വരില്ലല്ലോ. തന്നെ നീ ഒന്ന് സമാധാനപ്പെടും, നമുക്ക് സമാധാനം ഉണ്ടാക്കാം. നിന്റെ അമ്മ ആയതുകൊണ്ട് മാത്രം ഞാൻ തിരിച്ചൊന്നും പറയാത്തത്. നിനക്ക് തനി സ്വഭാവം അറിയാലോ. എനിക്കത് അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞത്. നീ ഇവിടെ പ്രശ്നം ഉണ്ടാക്കരുത്. നമ്മുടെ വീട് അമ്മയൊക്കെ ഉണ്ട് ഇവിടെ, ആ പെങ്ങളും ഉണ്ട്. അവളൊക്കെ കേട്ടോ എന്തോ വിചാരിക്കുന്നേ? നടങ്ങുന്നു. എടാ, എനിക്ക് വിശക്കുന്നടാ. നിനക്ക് മാത്രമല്ല, എനിക്കും ഉണ്ട് വായും വയറൊക്കെ. എനിക്കും വിശക്കുന്നുണ്ട്. ഞാൻ രാവിലെ തൊട്ടൊന്നും കഴിച്ചിട്ടില്ല. അടുത്തത് പ്ലാനൊക്കെ നൈസായിട്ട് പൊളിഞ്ഞില്ലേ?
ആ കൊറേ നാളായിട്ട് ഞാൻ ട്രൈ ചെയ്യുന്ന കാര്യം തന്നെ നിങ്ങൾ ചെയ്തത്. എനിക്ക് ഇതുവരെ നടന്നിട്ടില്ല. ആ രണ്ടുപേർക്കും നല്ല വിശപ്പൊക്കെ ഉണ്ടായിരിക്കും അല്ലേ? രാവിലെ തൊട്ട് നിന്നിട്ടില്ല. ആ ചേച്ചി മേടിച്ച ഫുഡ് അമ്മയുടെ റൂമിൽ ഇരിപ്പുണ്ട്. എന്താ മേടിച്ചേ? പൊറോട്ടയും ബീഫും. ഞാനല്ലേലും ഇന്ന് രാവിലെ കൂടി ആലോചിച്ചോളൂ പൊറോട്ടയും ബീഫും കഴിക്കണമെന്ന്. എത്ര പൊറോട്ട ഉണ്ട്? 6 ഉണ്ട് അതില്, വേണമായിരിക്കും. ആ അപ്പൊ എന്തായാലും 3 എനിക്കും 2 ചേച്ചിക്കും 1 ചേട്ടൻ. അത് ശരി, അവരെ മൊത്തോടൊക്കെ തിന്നി. അതായത് ബ്രദർ, ഞാൻ എടുക്കുന്ന പണിക്ക് എനിക്ക് കൂലി വേണ്ടേ? അതെ അതെ, നീ എന്താ ഉദ്ദേശിക്കുന്നു? അതായത് ഞാൻ അമ്മയുടെ റൂമിൽ പോയി കഷ്ടപ്പെട്ട് ആ സാധനം ഇങ്ങനെ എടുത്തോണ്ട് വരുന്നു, നമ്മൾ 3 പേരും കൂടി അതങ്ങ് കഴിക്കുന്നു. അപ്പോ ഞാൻ ആ ചെയ്യുന്ന പണിക്ക് കൂലി വേണ്ടേ? അതാണ് ഞാൻ ഈ പറഞ്ഞ 3 പൊറോട്ട. മനസ്സിലായോ? മനസ്സിലായി, പക്ഷെ എനിക്ക് നിന്റെ എനിക്ക് തരണം. അപ്പം അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുകയാണെന്നറിയ ഇവിടെ ഇരിക്കത്തുള്ളൂ. ഡീലാണോ? ഇച്ചിരി ചാറെങ്കിലും ബാക്കി വെച്ചേക്കോ എനിക്ക്. ആലോചിക്കാം. ഡീലാണോ? എന്തേലൊക്കെ ചെയ്യും. ഡീലാണോ? കിട്ടിയാ മതി കേട്ടോ. ആ എന്നാ പിന്നെ നിങ്ങളെ റൂമിൽ പോക്കോ, ഞാൻ ഫുഡായിട്ട് അങ്ങോട്ട് വരാം. ഓക്കെ, ഞാൻ അമ്മയുടെ റൂമിൽ പോയിട്ട് ഫുഡ് എടുത്തിട്ട് വരാം. 3 പൊറോട്ട കൊടുത്താ എന്താ ഫുഡ് കിട്ടൂലോ? അതിൽ ഒന്ന് എനിക്ക് വേണം. ഒരു പൊറോട്ട ഞാൻ തരും. എനിക്ക് വിശക്കുന്നു, രാവിലെ ഒന്നും കഴിക്കും. തരാം. അമ്മ ഉറങ്ങാണോ? കണ്ടിട്ട് എന്ത് തോന്നുന്നു? അല്ലമ്മേ, എന്നാലും അമ്മ ചെയ്തത് വളരെയധികം മോശമായി. നീ അവർക്ക് വേണ്ടി വക്കാലത്തും കൊണ്ട് വന്നാണോടി? അല്ലമ്മേ, ഞാൻ ആദ്യം മുഴുവനായിട്ട് അങ്ങോട്ട് പറയട്ടെ. ഞാൻ ആദ്യം വിചാരിച്ചത് അമ്മ ചെയ്ത് വളരെയധികം മോശമായി പോയെന്നാ. പിന്നെ ഞാനൊന്ന് ആലോചിച്ചപ്പോഴാ അമ്മ ചെയ്ത് ശരിയാ. അമ്മ നോക്കണ്ട, ഞാൻ ഉള്ള കാര്യമാണ് പറഞ്ഞത്. എന്തായാലും ഇവിടെ ഒന്നും ഫുഡ് ഓർഡർ ചെയ്ത് കഴിക്കാൻ പാടില്ലെന്നൊക്കെ അവർക്ക് അറിയാവുന്നല്ലേ. എന്നിട്ട് അവർ കാണിച്ചത് ഇക്കാരല്ലേ. അപ്പൊ അമ്മ ചെയ്ത് ശരിയാ. ഓ, ഇവിടെ ചെറിയ ഫുഡ് ഓർഡർ ചെയ്യാത്ത ആള് പോയടി. എന്നെ പോലെ ആണമ്മ അവര്. എനിക്ക് അമ്മയുടെ അടുത്ത് എന്ത് പറയാനും എന്ത് കാണിക്കാനുള്ള അവകാശമൊക്കെ ഉണ്ടല്ലോ. അമ്മയ്ക്ക് എന്നോട് എന്ത് പറയാനും ഭയങ്കര സ്നേഹമാണെന്ന് എനിക്ക് അറിഞ്ഞൂടെ. എനിക്കിവിടെ ആരോടും ഒരു സ്നേഹവും ഇല്ല. ആ ആകെട്ടെ, അമ്മയ്ക്ക് വിശക്കുന്നില്ലേ? അതെ, എന്റെ വിശപ്പ് ഞാൻ സഹിച്ചോളാം. അല്ലമ്മേ, ഞാൻ അമ്മയ്ക്ക് എന്തെങ്കിലും ഉണ്ടാക്കി തരാം അടുക്കളയിൽ കയറിയിട്ട്. അടുക്കളയിൽ കയറിയാ നിന്റെ മുട്ടുകാല് തന്നെ പിടിക്കുന്നേ. ഞാൻ എനിക്ക് ഉണ്ടാക്കണ കാര്യമല്ല പറഞ്ഞ, അമ്മയ്ക്ക് ഉണ്ടാക്കി തരാന്നാ പറഞ്ഞത്. എനിക്കിവിടെ ആരും ഉണ്ടാക്കാൻ വേണ്ട, എന്നെ തീറ്റിക്കാൻ വേണ്ട. നീ നിന്റെ കാര്യം നോക്കി പോ, എനിക്കൊന്നും വേണ്ട. ഓ വേണ്ടെങ്കിൽ വേണ്ട. ഓളെ കാണാനില്ലല്ലോ. അത് മിക്കവാറും അവള് തിന്നും. അത് മൊത്തോ? നിനക്ക് അവളെ അറിയത്തില്ലല്ലോ. 4 പൊറോട്ട തിന്നും അറിയാം അവള് ഒറ്റരിപ്പിന്. അപ്പൊ അതിന്റെ കറിയും? അതിനുള്ള കറിയും തിന്നും. കണ്ടാ പറയില്ലല്ലേ? കണ്ടാ അത്രയൊക്കെ മതി. ഉച്ചയായി, ഒന്നും തിന്നാനും പറ്റില്ല ഇതുവരെ. എടുക്കോ, വിശക്കുന്നു. വെയിറ്റ് ഇല്ലെന്നോ? ഞാൻ പറഞ്ഞില്ല ഇത് ഇവിടെ തിന്നുമെന്ന്. ഞാൻ എന്തിനാ തിന്നുന്നത്? എനിക്ക് നിങ്ങൾ തരാം. ജ്യൂസ് എങ്കിലും എനിക്കറിയാറ് നീ അതെടുക്കാൻ വരുമെന്ന്. അതുകൊണ്ടേ ആ പൊറോട്ടയും ബീഫും ഞാനങ്ങ് കഴിച്ചു. എന്തായാലും അപ്പൊ ആ പ്ലാൻ ഒന്ന് പൊളിഞ്ഞു.